യുവർ ഓണർ, കഴിഞ്ഞ 6 മാസമായി വാതിൽക്കവല റോഡ് നിശേഷം തകർന്നിരിക്കുകയാണ്. മിനിമം 1 മണിക്കൂർ എടുക്കും ഈ 2 കിലോമീറ്റർ കടന്നു പോകാൻ. മാത്രമല്ല, നിർബന്ധിച്ച് ടോൾ പിരിക്കുകയും പ്രതികരിക്കുന്നവരെ ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്നു യുവർ ഓണർ. ഈ കൺസ്ട്രക്ഷൻ കമ്പനിയുടെ ആളും ഗവൺമെന്റ് റെപ്രസെന്റേറ്റീവ് ഇല്ലേ? യെസ് യുവർ ഓണർ. തീർത്തും മോശമായിട്ട് ഒരാഴ്ചയായിട്ടുള്ളൂ. അല്ലാതെ ഈ പറയുന്ന കുഴപ്പങ്ങളൊന്നും തന്നെയില്ല. ആണോ? അല്ല, അങ്ങനെ അല്ലല്ലോ യുവർ ഓണർ. 6 മാസങ്ങൾക്ക് മുൻപ് ഈ റോഡ് സഞ്ചാരയോഗ്യമല്ല എന്ന് പറഞ്ഞ് അന്ന് ഫോട്ടോസ് സഹിതം വന്ന ന്യൂസ് പേപ്പർ കട്ട്സ് അനക്സ് 3 അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ 6 മാസം ഈ വഴിയിലുണ്ടായ ആക്സിഡന്റിൽപ്പെട്ട ആളുകളുടെ ഡീറ്റെയിൽസ്, പോലീസ് സ്റ്റേഷനിൽ നിന്ന് കിട്ടിയ GD എൻട്രി ഡീറ്റെയിൽസ്, അവരുടെ ഹോസ്പിറ്റൽ ബില്ലുകൾ, വർക്ക്ഷോപ്പ് ബില്ലുകൾ എല്ലാം അതിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ എങ്ങനെയാണ് ഒരാഴ്ച ആയിട്ടുള്ളൂ എന്ന് പറയുന്നത്? ലക്ഷങ്ങളുടെ നഷ്ടമാണ്. വില കുറഞ്ഞ മെറ്റീരിയൽ കൊണ്ട് പണിതതാണെന്ന് ഓഡിറ്റർ ഡീറ്റെയിൽസ് അനക്സ് 20 രേഖപ്പെടുത്തിയിട്ടുണ്ട്. ശരിയാണോ? അത് പിന്നെ എത്രയും പെട്ടെന്ന് ടാർ ചെയ്യാനുള്ള നടപടി സ്വീകരിച്ചിട്ടുണ്ട് സാർ. അങ്ങനെയാണെങ്കിൽ അതുവരെ ടോൾ പിരിക്കണ്ട. അതാണ് കോടതിയുടെ തീരുമാനം. അതുമാത്രം പോരല്ലോ. പിന്നെ സീനിയർ എന്താ ഉദ്ദേശിക്കുന്നത്? രാവിലെ 5 മണിക്ക് എഴുന്നേറ്റ് കുട്ടികളെ സ്കൂളിൽ വിട്ടിട്ട് ജോലിക്ക് പോവേണ്ട വീട്ടമ്മ ഈ ബ്ലോക്ക് കാരണം ഇപ്പോൾ 4 മണിക്ക് എഴുന്നേക്കണം. 1 മണിക്കൂർ നേരത്തെ വീട്ടിൽ നിന്ന് ഇറങ്ങണം. സന്ധ്യയ്ക്ക് വീട്ടിൽ തിരിച്ചെത്തുമ്പോഴും 1 മണിക്കൂർ വൈകും. കുടുംബത്തോടൊപ്പം ചെലവഴിക്കേണ്ട ഈ സമയം വഴിയിൽ ചെലവഴിക്കുന്നവരാണ് ഞങ്ങൾ. ഈ വഴിയിലൂടെ യാത്ര ചെയ്താൽ ബൈക്ക് മുതൽ ബസ്സുകൾക്ക് വരെ ഉണ്ടാകാവുന്ന അറ്റകുറ്റപ്പണികളുടെ കണക്കും അനക്സ് 6 ചേർത്തിട്ടുണ്ട്. അതെ, പണിക്കിട്ട് പറയുന്നത് എനിക്ക് മനസ്സിലായി. പക്ഷെ ഇവർക്കൂടെ മനസ്സിലാവണമല്ലോ. ഒന്ന് വിശദമാക്കാമോ? 15 വർഷത്തെ ടാക്സ് അഡ്വാൻസ് ആയിട്ട് അടയ്ക്കുന്നവരല്ലേ നമ്മൾ. റോഡ് നന്നായാൽ ഞങ്ങൾ കാശ് കൊടുക്കാം, മോശമായാൽ സർക്കാർ അവരുടെ പണി കൃത്യമായി ചെയ്യുന്നില്ലെങ്കിൽ തിരിച്ച് ഞങ്ങൾക്ക് കാശ് തരണം യുവർ ഓണർ. അത് പിന്നെ സാർ, ഈ ടോളൊന്നും തിരിച്ചു കൊടുക്കാൻ സാധിക്കില്ല. ഒരുപാട് വണ്ടികൾ ഓടുന്ന വഴിയാണ്. പൈസ തിരിച്ചു കൊടുക്കാൻ തുടങ്ങിയാൽ ഞങ്ങൾ നഷ്ടത്തിലാവും സാർ. കറക്റ്റ്, നിങ്ങൾ നഷ്ടത്തിലാവും. പക്ഷേ ഈ ജനങ്ങൾക്കുണ്ടാകുന്ന നഷ്ടത്തിന് ആര് ഉത്തരവാദിത്വം പറയും? അതിന് ഇവർ തന്നെയല്ലേ പഠിക്കുന്ന ഉത്തരവാദികൾ. അതുകൊണ്ട് റോഡ് ശരിയാകുന്നത് വരെ അതുവഴി പോകുന്ന എല്ലാ വണ്ടികൾക്കും ഉത്തരവാദിത്തപ്പെട്ടവർ ടോൾ തിരിച്ചു കൊടുക്കണം. എന്താ കൈയടിച്ചേ? സാർ, ആ വഴിക്കാ എൻ്റെ വീട്. സന്തോഷം കൊണ്ട് കൈയടിച്ചതാ. ആ സന്തോഷമാണ് വേണ്ടത്. നീതി കിട്ടാത്തവർക്ക് നീതി ലഭിക്കാനാണ് കോടതി.